അങ്ങനെ GTA 6 മുമ്പ് അതും സംഭവിച്ചു. ക്രിസ്റ്റൽ പാലസ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് FA കപ്പ് ഉയർത്തിയിരിക്കുന്നു. ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബോറിംഗ് ഫൈനൽസ് എന്ന് തന്നെ പറയണം. ആകെ ഒരു ഗോളേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്രിസ്റ്റൽ പാലസിൻ്റെ വക ഡിഫെൻസീവ് വർക്ക്, ഡിഫെൻസ് വേഴ്സസ് അറ്റാക്ക്, പൊസഷൻ വേഴ്സസ് പ്രസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു, ബോറിംഗ് ഗെയിമായിരുന്നു ഓണസ്റ്റ്ലി. ആകെയുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് പുതിയൊരു ടീം FA കപ്പ് ഉയർത്തി എന്നുള്ളതാണ്. ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ക്രിസ്റ്റൽ പാലസിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു, കൗണ്ടർ അറ്റാക്കിങ്. ആ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് സിറ്റ് ബാക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 15 മിനിറ്റ്സ് ഫുള്ളി മാൻ സിറ്റിയുടെ പൊസിഷനായിരുന്നു. അതിനിടയ്ക്ക് മാൻ സിറ്റി 2 ഗോൾ അറ്റംപ്റ്റ്സ് നടത്തുന്നു ഫസ്റ്റ് 15 മിനിറ്റ്സിൽ. അതിലൊന്ന് ക്ലിയർ കട്ട് ചാൻസ് ആയിരുന്നു മാൻ സിറ്റിയുടെ. KDBയുടെ വക ഒരു ക്രോസ് ബോക്സിനകത്തേക്ക്, ഹാളണ്ട് അത് ഷോട്ട് എടുക്കുന്നു, ഡൈവിങ് ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ട് ഹെൻഡർസൺ സേവ് ചെയ്യുന്നു. സെക്കൻഡ് ഒരു കോർണർ റൂട്ടീനിൽ നിന്ന് ഗാർഡിയോൾ ഹെഡ് ഇൻ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അതും സേവ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്റ്റൽ പാലസിന്റെ വക ഫ്രം ബാക്ക് ടു ഫ്രണ്ട് ഒരു അറ്റാക്കിംഗ് 15th മിനിറ്റിൽ മറ്ററ്റയുടെ കയ്യിലേക്ക് ബോൾ വീഴുന്നു. മറ്ററ്റ അത് നല്ല രീതിയിൽ ഹോൾഡ് പ്ലേ ചെയ്യുന്നു. എന്നിട്ട് അത് മിഡിൽ ഓഫ് ദ ഗ്രൗണ്ടിൽ മറിച്ച് പാസ് കൊടുക്കുന്നു. അത് മറ്ററ്റയ്ക്ക് തന്നെ തിരിച്ചു വരുന്നു. മറ്ററ്റ അത് മറിച്ച് റൈറ്റ് വിങ്ങിലേക്ക് കൊടുക്കുന്നു. റൈറ്റ് വിങ് വഴി ഒരു ഡ്രൈവ് ആൻഡ് റൺ ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയർ കട്ടിങ് ചെയ്യുന്ന ബോക്സിലേക്ക് SA അത് കൺവേർട്ട് ചെയ്യുന്നു. മറ്ററ്റയുടെ ആ 2 ക്രൂഷ്യൽ പാസസ്, ആ കീ പാസസ് ആണ് ആ ഗോളിന് വഴി വെച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഹോൾഡ് പ്ലേയും പ്ലേയുടെ ഇമ്പോർട്ടൻറ്റ് റോൾ. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് 1-0 എന്ന നിലയിലേക്ക് കയറുകയാണ്. ആ ഒരു സമയത്ത് പൊസഷനും പാസും എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻ സിറ്റി വേറെ ഓൺ ടോപ്പ്, പിന്നെ 2 ഷോട്ട് ഓൺ ടാർഗറ്റും വേറെ. ഏതാണ്ട് 100 ചില്ലുവാനും 136 പാസസ് ചില്ലുവാനുമാണ് മാൻ സിറ്റി ആ സമയം വരെയും കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ എന്നാലോ ക്രിസ്റ്റൽ പാലസ് ഒൺലി 24 പാസസ് കംപ്ലീറ്റഡ്. അങ്ങനെ വളരെ ക്ലിനിക്കൽ പ്ലാനിങ്ങിലൂടെയാണ് ഗ്ലാസ്നറും ടീമും വന്നത്. നമ്മളിങ്ങനെ തന്നെയാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്, ഇങ്ങനെ നമുക്ക് ഗോൾ അടിക്കാം, പിന്നെ നമുക്ക് സിറ്റ് ബാക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ലെറ്റ്സ് സീ ദ ഗെയിം ത്രൂ എന്നുള്ള ഒരു ക്ലിയർ പ്ലാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കോൺട്രവേഴ്ഷ്യൽ ഡെസിഷൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഹെൻഡർസൺ ബോൾ ടച്ച് ചെയ്തത് ഔട്ട്സൈഡ് ദ ബോക്സ് ആണോ ഇൻസൈഡ് ദ ബോക്സ് ആണോ എന്നുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ഡെസിഷൻ. ഒരു ബോൾ വരുന്നു, അത് ഹാളൻഡിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഹെൻഡർസൺ തട്ടി മാറ്റുന്നു. ഞാൻ കണ്ട 2 ആംഗിളിൽ നിന്നും ആ ബോള് തട്ടി മാറ്റുന്നത് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് കൂടുതൽ ആംഗിളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് കിട്ടിയ 2 റീപ്ലേയിലും അത് ഇൻസൈഡ് ദ ബോക്സിൽ നല്ല ഗോൾ കീപ്പർ തട്ടി മാറ്റിയതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ വേറെ ആംഗിളുകളിൽ നിന്ന് നമുക്ക് വീഡിയോസ് വരും, അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് വ്യക്തമാവും. അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ, അതൊന്നും കൊടുക്കുന്നില്ല, അത് ഔട്ടായിട്ട് തന്നെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബെർണാഡോ സിൽവയുടെ ഒരു ഡ്രൈവ് ആൻഡ് റൺ ബോക്സിനകത്തേക്ക് ബെർണാഡോ സിൽവയെ ഫൗൾ ചെയ്യുന്നു. അത് പെനാൽറ്റി കിട്ടുന്നു മാൻ സിറ്റിക്ക്. അത് ഹാളണ്ട് എടുക്കാതെ ഹാളണ്ട് ആ ബോൾ കൊണ്ടുപോയി മർമൂഷിന് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ മോനെ നീ അടിച്ചോ എന്ന് പറഞ്ഞു. മർമൂഷ് അത് എടുക്കുന്നു. അത് ലെഫ്റ്റിലേക്ക് മർമൂഷ് ഷൂട്ട് ചെയ്യുന്നു. ലെഫ്റ്റിലേക്ക് തന്നെ സൂപ്പർ ഡൈവ് ചെയ്യുന്നു ഹെൻഡർസൺ, അത് സേവ് ചെയ്യുന്നു. അത് എന്നിട്ട് റീബൗണ്ടായി വരുന്നുണ്ട്. ഹാളണ്ട് ആ ബോൾ ആ റീബൗണ്ട് ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വീണ്ടും മർമൂഷിലേക്ക് എത്തുന്നില്ല. സോ അങ്ങനെ ഹെൻഡർസന്റെ വക ഒരു കിഡിലൻ സേവ്. ഹെൻഡർസൺ പിച്ചിൽ ഉണ്ടാവണമായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊക്കെയുള്ള അത് വേറെ ഡിസ്കഷൻ. എന്നാലും ഹെൻഡർസന്റെ വക കിഡിലൻ ഒരു സേവ്. ഹെൻഡർസണും പെപ് ഗാർഡിയോളയും ഈ ഗെയിം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഹെൻഡർസൺ സെക്കൻഡ് ഹാഫിൽ ക്യാപ്പൊക്കെ വെച്ചായിരുന്നു. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പം ഗ്ലെയർ അടിക്കുന്നുണ്ടായിരുന്നു, വെയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അതിനു വേണ്ടിയാണ്. പക്ഷേ ഗോൾ കീപ്പർ ഇപ്പം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ക്യാപ്പൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അതൊരു ഗുഡ് ലക്കിൻ്റെ സൈൻ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീരുന്നു. ബേസിക്കലി മാൻ സിറ്റിക്ക് കിട്ടിയ ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ആ ഒരു പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും കഥ അതൊക്കെ തന്നെ. ലോഡ് ഓഫ് പൊസഷൻ മാൻ സിറ്റിയുടെ ആവുക. KDB, കെവിൻ ഡി ബ്രൂയ്നെ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് മാൻ സിറ്റി, ഒരുപാട് അറ്റംപ്റ്റ്സ് ട്രൈ ചെയ്യുന്നു, ഒരുപാട് ക്രോസസ് കൊടുക്കുന്നു. ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് മാൻ സിറ്റി എന്ന് പറയുകയാണെങ്കിൽ KDB തന്നെയാണ്. പുള്ളിയായിരുന്നു ലൈക്ക് എല്ലാം കണക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്.
നല്ല പെർഫോമൻസ് ഫ്രം KDB. എനിക്കൊന്ന് KDBയുടെ അവസാനത്തെ ഫൈനലാണ് ഫോർ മാൻ സിറ്റി. ഇനിയിപ്പോൾ അടുത്ത സീസണിലൊന്നും KDB കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെ എഗെയിൻ 55-60 മിനിറ്റ് വരേക്കും എഗെയിൻ മാൻ സിറ്റിയുടെ തന്നെ പൊസഷൻ. ക്രിസ്റ്റൽ പാലസ് വളരെ കംഫർട്ടബിളി ഡിഫെൻഡിങ്. അങ്ങനെ ഇരിക്കുമ്പം അറൌണ്ട് 60th മിനിറ്റിന് മുനിയോസ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അത് പക്ഷേ വാർ ഡിസലവ് ചെയ്യുന്നു ഓഫ് സൈഡ് കാരണം. എഗെയിൻ കളി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. 90th മിനിറ്റ് സെയിം. അത് ഞാൻ പറഞ്ഞല്ലോ, ബോറിങ് ഗെയിം ആയിരുന്നു. അങ്ങനെ വലിയ പ്രത്യേകിച്ച് വാവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു സത്യം പറയാമല്ലോ, ബോറിങ് ഗെയിം ആയിരുന്നു. പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഫൈനൽ ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു എന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് 90th മിനിറ്റ് ആയപ്പം 10 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു. അവിടെ കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം ആ 10 മിനിറ്റിനുള്ളിൽ ഒരു 4 ഷോട്ട് മാൻ സിറ്റി രജിസ്റ്റർ ചെയ്തു. അതിലൊന്ന് KDB ഒരു കേളിംഗ് ഷോട്ട് പോയി, അൺലക്കി. ഇതിനിടയ്ക്ക് 2-3 സബ്സ്റ്റിറ്റ്യൂഷൻസ് മാൻ സിറ്റിയും ക്രിസ്റ്റൽ പാലസും നടത്തിയായിരുന്നു. ഫോർഡൻ അകത്തേക്ക് വരുന്നു, അതുപോലെ തന്നെ ക്ലൗഡിയോ അകത്തേക്ക് വരുന്നു, പിന്നെ മെറ്ററ്റേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എൻകെറ്റിയനെ കൊണ്ടുവരുന്നു. എല്ലാം നല്ല സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയായിരുന്നു. ഒരു ബ്രില്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ. 19-year-old ക്ലൗഡിയോയ്ക്ക് ചാൻസ് കൊടുത്തത് നല്ലതെന്നേ ഞാൻ പറയൂ. പക്ഷേ ക്ലൗഡിയോയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ചാൻസ് കിട്ടിയായിരുന്നു. അതും ക്ലൗഡിയോയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്ലിയർ കട്ട് ചാൻസ് ആയിരുന്നു അതും. ക്ലൗഡിയോയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് ഓറൈലിക്ക് ഒരു ചാൻസ് കിട്ടുന്നു, അത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ചാൻസസ് മാൻ സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചാൻസസ് ക്രിയേഷൻ ഒന്നും യാതൊരു കുറവില്ല, പക്ഷെ ഒന്നും എടുക്കുന്നില്ല. ആ ഓറൈലിയുടെ ചാൻസ് പറയുകയാണെങ്കിൽ, ഓറൈലിക്ക് കിട്ടിയപ്പോൾ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാതെ പുള്ളി അത് ഡിലേ ചെയ്തിട്ട് ഒന്ന് കട്ട് ബാക്ക് ചെയ്ത് അടിക്കാനാണ് നോക്കിയത് ബോക്സിനകത്ത് വെച്ച്. റോങ് ഡിസിഷൻ മേക്കിംഗ് നടന്നില്ല. ഷോട്ട് പോലും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മാൻ സിറ്റി എടുക്കുന്ന മിക്ക ഷോട്ട്സും ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി ബ്ലോക്ക്ഡ് ബൈ ക്രിസ്റ്റൽ പാലസ് പ്ലെയേഴ്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് ക്രിസ്റ്റൽ പാലസ് ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ ആ 90th മിനിറ്റിൽ 10 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുക്കുന്നു. അവിടെയും മാൻ സിറ്റിക്ക് ഒന്നും വരുത്താൻ പറ്റുന്നില്ല. അതിൻ്റെ പുറത്ത് തന്നെ ക്രിസ്റ്റൽ പാലസ് നല്ല രീതിയിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴൊക്കെ ബോൾ കിട്ടുന്നു അപ്പോഴൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങ് കോർണറിലേക്ക് പോവുക, ഗോൾ കിക്ക് എടുക്കാൻ ഡിലേ ചെയ്യുക. സോ ദാറ്റ് എല്ലാ ജയിക്കുന്ന ടീമും ഇതൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ സമയം ഇങ്ങനെ അവരങ്ങ് നൈസായിട്ട് ദ ഗെയിം അവർ സീ ത്രൂ ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സോ അങ്ങനെ 90 മിനിറ്റും കഴിയുന്നു. ഈ എക്സ്ട്രാ ടൈം കൊടുത്ത സമയവും അവർ ഈസിലി കംഫർട്ടബിളി ഫിനിഷ് ചെയ്യുന്നു. അവിടെ 2-3 സ്കെയറി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെന്നല്ലാതെ അതെല്ലാം ക്രിസ്റ്റൽ പാലസ് വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ കൊടുത്ത എക്സ്ട്രാ 10 മിനിറ്റും കഴിയുന്നു. ഇനി 10 അല്ല 20 മിനിറ്റ് കൊടുത്താലും എനിക്ക് തോന്നുന്നില്ല മാൻ സിറ്റിക്ക് ആ കളിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മെൻറ്റാലിറ്റിയിലാണ് മാൻ സിറ്റി വന്നതെന്ന്. കാരണം ക്രിസ്റ്റൽ പാലസ് അതുപോലെ തന്നെയാണ് ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് FA കപ്പ് ഉയർത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ക്രിസ്റ്റൽ പാലസ്.